ഹായ്. ഞാനുണ്ടല്ലോ ഇന്ന് സംഭവം ഉണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പം ഈ വൈറൽ മസ്കാബണ്ണും എൻ്റെ എന്തെന്നാണ് ഇറാനി ചായയും ഇതെല്ലാം ഇപ്പം വൈറൽ. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ സംഭവം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, ഇത് കുറച്ച് മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായതാണ്. അന്നേരം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ശരിക്കും അതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അതിനൊക്കെ ഓരോ സമയത്ത് വരുന്നതല്ലേ അല്ലേ, ഓരോരോ എന്താ പറയുക, ഇറങ്ങുന്നത് ഞാൻ അന്നേരം ട്രൈ ചെയ്ത് അടിപൊളി. പക്ഷെ ഞാൻ ഇത് ട്രൈ ചെയ്യുമ്പോണ്ടല്ല, ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ച്, അതിനേക്കാൾ എത്ര ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് കഴിക്കാമെന്ന്. അപ്പോൾ എന്നുള്ളത് ഞാൻ കാണിച്ചത് ഇതണ്ട, നമ്മളെ എന്നാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, മറ്റേ പാൽ ബ്രെഡ് അങ്ങനെ എന്തോ പറയില്ലേ, മിൽക്ക് ബ്രെഡാ ആ സംഭവം. നമ്മളെ പാലും മിൽക്ക് മേഡെല്ലാം മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോവില്ലേ, അങ്ങനെയല്ലേ. പക്ഷേ മറ്റേ മസ്കാ ബണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയിലെല്ലാം മുക്കി ആ ബട്ടർ മെൽറ്റ് ചെയ്ത ആ ഒരു ടേസ്റ്റ് അല്ലേ, ഈ ടേസ്റ്റ് ഒന്നും അതിന് വരൂലാന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ അലിഞ്ഞു പോയി വായുന്നു. അത്ര അടിപൊളിയല്ലേ ഇത് കഴിക്കാൻ. അന്നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മസ്കാ ബണ്ണാക്കാൻ എത്ര ടേസ്റ്റ് ഉണ്ട് ഇതെന്ന്. അപ്പം ഞാനുണ്ടല്ലോ, പിന്നെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനുണ്ടല്ലോ കുറച്ച് പാലിൽ പിന്നെ മിൽക്ക് മെയ്ഡ് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തിന് കേട്ടോ. 2 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുകളിൽ ഒന്ന് അടിയിലും വെച്ചിട്ട് നല്ല ബട്ടറിൽ നല്ലപോലെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാന് തീ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മിൽക്ക് മെയ്ഡും പാലും കൂടെ നമ്മൾ മിക്സ് ആക്കി കൊടുത്തിട്ടില്ലേ, അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. ഭയങ്കര മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ നമുക്കൊരു മത്ത് പിടിക്കുന്ന മധുരം വരുവേ. കുറച്ചൊരു മിനിമലായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മത്ത് പിടിക്കുന്ന മധുരം വരില്ല. പക്ഷേ ഇതൊന്നല്ല ശരിക്കും. ഞാൻ ഇറാനി ബന്നും ഇതും കൂടെ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നതാണ്. ഇതിനൊരു ഇതിങ്ങനെ ഒരു സോഫ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു നല്ല ഈ പാലിൽ പൊതിർന്നിട്ട്. അപ്പോൾ അഭിപ്രായം പറയാൻ മറക്കരുത്.